വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചസ് വെൽ. അപ്പോൾ ദേ ഒരു വലിയ മീൻ കിട്ടിയതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് മീൻ കട്ട് ചെയ്യാൻ പോണത്. ഇത്രയും വലിയ മീൻ, ചെറിയ മീൻ മത്തി അതിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന പിന്നെയാണ് നമ്മൾ തന്നെ ക്ലീനിങ്. വീട്ടിലിരിക്കുമ്പോൾ അമ്മയാണ് മീൻ ക്ലീനിങ്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പം മീനിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വലിയ നല്ലൊരു പണി തന്നെയായിരുന്നു കേട്ടോ. നല്ല റിസ്ക് ആയിരുന്നു. വലിയ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ തറവാട്ടിലാവുമ്പോൾ അമ്മയും മീനോട്ടനും കൂടെയാണ് ക്ലീനിങ്. അപ്പം നമുക്കങ്ങനെ മീൻ ക്ലീനിങ് ഏട്ടനുണ്ടെങ്കിൽ വലിയ മീനൊക്കെ ഏട്ടൻ തന്നെയാണ് സഹായിച്ചു തരിക. പക്ഷെ ഇപ്പോൾ ഏട്ടൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് എന്നെ കട്ട് ചെയ്യേണ്ട വന്നു. എന്നാലും വിട്ടില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഒരു വിധത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള വലിയ പീസാണ്. ഒത്തിരി വലിയ പീസായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അതായത് ഒരുപാട് പൊടി ചെറുതാക്കി കട്ട് ചെയ്യാൻ കിട്ടാത്തതുകൊണ്ടേ. പിന്നെ തറവാട്ടിലൊക്കെ ഇരിക്കുമ്പോൾ 5 കിലോനൊക്കെ വാങ്ങുള്ളൂ. ഇത്ര വലിയ മീനാണെങ്കിൽ നമുക്ക് ഒരു മീൻ മതിയാവില്ല. എത്ര മീനാണ് വാങ്ങണമെങ്കിലും അത് വിനോദനോ അമ്മയും കൂടെ ക്ലീൻ ചെയ്യും. അപ്പോഴേക്കും ഞാനും ചേച്ചിയും കൂടെ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്തു. ഇവർ മീൻ കഴുകി കഴിയുമ്പോഴേക്കും ഞങ്ങൾ കറിക്കുള്ളതെല്ലാം ആക്കിയിട്ടുണ്ടാവും. മീൻ കഴുകുക, കറിയിലിടുക, അത്രയും റെഡിയാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കതൊന്നും പറ്റില്ല. മീൻ ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം പിന്നെ എല്ലാം ചെയ്യാൻ, ഒറ്റയ്ക്കല്ലേ. അപ്പോൾ മീനിൻ്റെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ആ വേസ്റ്റ് വെള്ളമൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് അപ്പുറം തന്നെ ഒഴിച്ചു കളയും. കളഞ്ഞിട്ട് പിന്നെ അതൊക്കെ നന്നായി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. തലക്കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. ഏട്ടന് ഇഷ്ടമാണ് തലക്കറി വെച്ച് കൊടുത്താൽ. നല്ല എരി പുളിയൊക്കെ ഇട്ട് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കട്ടിംഗ് ബോർഡൊക്കെ ഒന്ന് കഴുകി ആ ഭാഗം വലിയ ചെളുക്ക തെറിക്കാനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ആ സിങ്കിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി ക്ലീനിങ് കഴിഞ്ഞ് കൈയോടെ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലോണം സോപ്പിട്ട് എൻ്റെ പാത്രം കഴുകുന്ന ലിക്വിഡ് തന്നെയാണ്. ലിക്വിഡ് തന്നെ ആക്കി എല്ലാം സിങ്കൊക്കെ ഫുൾ ക്ലീൻ ചെയ്ത് മീൻ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കറി ഇന്ന് വെക്കണില്ല. ഞാൻ കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ചപ്പാത്തിക്ക് കടലക്കറി ആയപ്പോൾ ആ കറി തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചിന് എടുക്കാമെന്ന് വിചാരിച്ചു കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രൈ മാത്രം ചെയ്തിട്ട് ആ മീനിൻ്റെ തല ഞാൻ എടുത്തു വെച്ചു. അപ്പോൾ നാളേക്ക് കറി വെച്ചാൽ മതി, കാരണം ഇപ്പോൾ കറി ഉണ്ടല്ലോ. അങ്ങനെ ഓരോ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ദേ കണ്ടല്ലോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേഷൻ വേണം. സാധാരണ കൂടുതൽ മസാലയൊന്നുമില്ല. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ടായിരുന്നു. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞെടുത്തു. എന്നിട്ട് ഇങ്ങനെ പതുക്കെ നമ്മൾ ഇപ്പം പ്രസവിച്ച പൊടി കുഞ്ഞിനെ പോലെ പതുക്കെ തലോടണം. ഇല്ലെങ്കിൽ അതിങ്ങനെ അങ്ങനെ ഒരുപാട് നല്ല മീൻ തന്നെയാണ്, ഫ്രഷ് മീൻ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള വലിയ മീനിൻ്റെ പൊട്ടിക്കാതെ റൗണ്ട് പീസിൽ കട്ട് ചെയ്താകുമ്പോൾ നമുക്ക് പതുക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കുഞ്ഞു കുട്ടികളെ പോലെ നോക്കണം. എന്നിട്ട് എല്ലാം മാരിനേറ്റ് ചെയ്തതെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്താലോ. അങ്ങനെ ഫ്രിഡ്ജൊക്കെ കുറച്ചും കൂടെ ക്ലീനിങ് ഉണ്ട്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. എൻ്റെ പൊന്നെ മതിയായി, മീൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറേ സമയമായില്ലേ. കുറച്ച് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ഞാൻ തന്നെ എൻ്റെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ പനീറാണ്. കുറച്ച് പാലുണ്ടായിരുന്നു, അപ്പോൾ പാല് കൊണ്ട് ഞാൻ തന്നെ ഇന്നലെ വൈകുന്നേരം പനീർ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇന്ന് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വെച്ചു. പനീർ ഫ്രൈ ചെയ്യാനിട്ടുണ്ട്. പിന്നെ ഇന്ന് പച്ചക്കറി വന്നപ്പോൾ ചക്കരവള്ളിക്കിഴങ്ങ് പറയും, അതായത് മധുരക്കിഴങ്ങ്. ആദ്യമൊക്കെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ്. മധുരക്കിഴങ്ങ് നമുക്ക് നിറച്ചും കിട്ടും, അപ്പോഴും നമുക്ക് വിലയില്ല. ഇപ്പം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണ്. അപ്പോൾ ആ ചക്കരവള്ളിക്കിഴങ്ങും കൂടെ ഞാൻ പുഴുങ്ങാനിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടമാണ്. പിന്നെ ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയത്. ഞാൻ അതും ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് പനീർ ബട്ടർ മസാല. എനിക്കറിയുന്ന രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി പനീർ ബട്ടർ മസാല കറിയും കൂടെ റെഡിയാക്കി എടുത്തു. കണ്ണുണ്ടല്ലോ. പിന്നെ കടലക്കറി ഉണ്ട് പറഞ്ഞില്ലേ, ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കിയ കടലക്കറിയാണ്. ഉച്ചയ്ക്ക് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഈ കറി ഉണ്ടാകുമ്പോൾ പിന്നെ പനീർ ബട്ടർ മസാല ഉണ്ട്. പിന്നെ ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ മീൻ കഴുകിയ ക്ഷീണം എല്ലാം മാറാൻ വേണ്ടി മീനിൻ്റെ ഫ്രൈ ചൂടുണ്ടേ, മീൻ ഫ്രൈയും മോരുകറിയും
കടലക്കറിയും പനീർ ബട്ടർ മസാലയും കൂടെ ഞാനൊരു പിടുത്തം പിടിക്കാൻ പോവുകയാണേ. ഇത്ര നേരം കഷ്ടപ്പെട്ടതെല്ലാം ആശ്വാസമായി. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. ടാറ്റ, ബൈ ബൈ, സീ യു.